കണ്ടത്. ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രവൃത്തി അത് കേരള സമൂഹത്തെ കളിയാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പ്രളയ ദിവസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ യാത്രയും ഒപ്പം ഉച്ചകഴിഞ്ഞ് വിരുന്ന് കഴിക്കലുമൊക്കെ. അതിന് അദ്ദേഹം നിരത്തിയ ന്യായീകരണങ്ങൾ ഒട്ടും തന്നെ വിശ്വസനീയമല്ല. വേണമെങ്കിൽ അത് നുണയാണെന്ന് പോലും പറയാം. ആരെ കാണാനാണ് പോയത് എന്നത് അദ്ദേഹം വ്യക്തമാക്കാത്തിടത്തോളം അങ്ങനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CP ജോണിൻ്റെ വാക്ക്. ഇത് ഈ മന്ത്രിമാർ ദുരന്തമാകുന്നതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണോ? ടി പത്മനാഭൻ സണ്ണി ജോസഫിനോട് പറഞ്ഞു, KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിനോട് പറഞ്ഞു, തുടക്കം ശരിയായില്ലല്ലോ എന്ന്. അതൊരു അറം പറ്റിയ വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ UDF സർക്കാരിൻ്റെ ഈ 102 സീറ്റ് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശോഭമങ്ങത്തൊക്കെ തോതിലുള്ള കാര്യങ്ങളാണ് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. CP ജോണിനോടോ UDFിനോടോ കേരളത്തിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് സൗജന്യ യാത്ര തരണം നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾ സാമ്പത്തികമായി അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണെന്ന് ഒരു സ്ത്രീയും ഇവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തോന്നി ഇതൊരു തുറുപ്പ് ചീട്ടാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് നേടാമെന്ന നിലയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതാണ്. എന്തെന്ന്, ഇത്രയും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് മുഴുവൻ ഞങ്ങൾ KSRTCയുടെ എല്ലാ വാഹനങ്ങളിലും എന്നർത്ഥം വരുമാറ് പറഞ്ഞിട്ട് പിന്നീടത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി, എന്തോ ആവട്ടെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായില്ലേ മഞ്ജുഷേ, ഇത് ഈ ഇത്തരത്തിലൊരു ഔദാര്യം വെച്ചു കൊടുത്തത് സ്ത്രീകളോടുള്ള സ്നേഹമോ ഇവിടുത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉദ്ധരിക്കാനോ ആയിരുന്നില്ല. നമ്മൾ പറയില്ലേ, ഈ കോഴിക്കാലിൻ്റെ മാംസം കടിച്ചു പറിച്ചിട്ട് മുന്നിലിരിക്കുന്ന നായയ്ക്ക് അതിൻ്റെ എല്ലിട്ട് കൊടുത്തിട്ട് മുതലാളിമാർ പറയൂത്രേ, നിൻ്റെയൊക്കെ നല്ല സമയമടാമെന്ന് പറയുന്നത് പോലെയല്ലേ ഇദ്ദേഹം ഈ ചെയ്യുന്നത്. ഈ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവ് അധികാരത്തിൽ കയറി കേവലം 72 ദിവസം കൊണ്ട് ഇത്തരത്തിൽ പറയേണ്ട ഒരു അവസ്ഥ സംജാതമായി എങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള സംഗതിയായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. 72 ദിവസമായിട്ടേ ഉള്ളൂ. 72 ദിവസം കൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിച്ചു തമ്മിൽ ഭേദം മറ്റവരാണ് എന്ന്. അതിൽ VD സതീശൻ്റെ ഈ പ്രവൃത്തികളും ഈ CP ജോണിൻ്റെ ഇന്നത്തെ പ്രവൃത്തികളും കൂടിയായപ്പോൾ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് അവർക്ക് തോന്നുമാറുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കരുതായിരുന്നു. കാരണം ഇതിലത്തെ അസഹിഷ്ണുത പാടില്ല. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ, അദ്ദേഹത്തിന് നീറോ ചക്രവർത്തി എന്ന് ഒരുപാട് പ്രാവശ്യം ഞാനടക്കമുള്ളവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീറോ ചക്രവർത്തി സാമ്രാജ്യം കത്തിയെറിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ പേരിൽ. അപ്പോൾ ഇന്നിപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ കേരളത്തിൽ പ്രളയദുരിതവും വെള്ളപ്പൊക്കം, വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയട്ടെ മഞ്ജുഷ, ഈ ഹരിദാസ് എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ പൊന്നാനിയിലെ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് സതീശൻ ഊണ് കഴിച്ചതെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് തൊട്ടടുത്ത് പോയി ആഡംബരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുകയും അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള നിലയ്ക്ക് അത് അങ്ങേറ്റം മോശമായിട്ടുള്ളൊരു പ്രവണതയായി പോയി. കാരണം സന്ദർഭം ശരിയല്ല. VD സതീശന് ഏത് സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ടും ഊണ് കഴിക്കാം, വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാം, അതിനൊന്നും കേരളത്തിലെ ജനങ്ങളെതിരല്ല. പക്ഷെ സന്ദർഭമുണ്ട് എല്ലാറ്റിനും. നമ്മൾ മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കുശുകുശുക്കുന്നത് എന്താ ഉറക്കെ സംസാരിക്കാതെ? അതൊരു ഔചിത്യബോധത്തിൻ്റെ പേരിലാണ് നമ്മൾ മരണ വീട്ടിൽ ഒരു മര്യാദ പാലിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ ദുരിതത്തിലാവുമ്പോൾ മുഖ്യമന്ത്രി 3 മണിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിക്കട്ടെ. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്ര, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു മംഗലാപുരം യാത്രയുണ്ടായി ഹെലികോപ്റ്ററിൽ. അതിൻ്റെ ദുരൂഹത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വിവാദമാക്കേണ്ട പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയെ കൂടാതെ ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള നമുക്കൊരു പറയില്ല, അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അല്ലാതെ തീർച്ചയായിട്ടും അദ്ദേഹം ആ നിക്ഷേപകൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, അത് രഹസ്യമാക്കി വെക്കുകയാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും, അപ്പോൾ അവർ തന്നെ അത് മുടക്കും, അങ്ങനെ നിക്ഷേപം വരാതിരിക്കും എന്നൊക്കെയാണ്. വികലമായ വാദം എന്നല്ലേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. എന്താണ്
എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്താണ് ഈ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം വളരെ, നമ്മൾ പറയില്ലേ, അച്ചസ്ഫടികമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും പഠിച്ച പ്രകാരം സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇത്രയും മോശമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ? എൻ്റെ ഒരു ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഞാൻ പോയത്, കുറച്ച് ഇൻവെസ്റ്റർമാർ വന്നിട്ടുണ്ടായിരുന്നു, അവരെ കാണണം, തമിഴ്നാട്ടിലെ ആക്കി പോകാൻ അവർ സാധ്യതയുണ്ട്. എന്താ ഈ പറയുന്നത്? ഇതൊക്കെ കൂട്ടി വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ പറയുന്നതിലത്തെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു യാതൊരുവിധ ലോജിക്കുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമാവില്ലേ? അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര, മുഖ്യമന്ത്രിയുടെ ആളുകൾ ദുരിതമനുഭവിക്കുന്ന സമയത്തുള്ള 7 കോഴ്സ് ഭക്ഷണം കഴിക്കല്, ഇതൊക്കെ ജനങ്ങളിലുണ്ടാക്കിയ വെറുപ്പ് നിസ്സാരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് UDF സർക്കാർ മുൻപോട്ട് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം പോരടിക്കാതെ ഒരു മഴ കൊണ്ട് 7 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്തിറങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഇനിയും വരാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ട് ഗഹനമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അതിന് പ്രതിവിധി ചെയ്യണം. ഇവിടെ പട്ടി ചന്തയ്ക്ക് പോയതുമായി നെതർലാൻഡിൽ പോയിട്ട് റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിടുവായത്ത് നിറഞ്ഞിട്ടുള്ള പ്രവർത്തികളും വാക്കുകൾക്കും പോലെ ആകരുത്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പ്രളയ ദുരിതത്തിലും വെള്ളപ്പൊക്കത്തിലും പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം. കാരണം ഒരു ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുന്ന ഒരു മഴയിൽ സർക്കാരിന് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തിപ്പെടാനാകാത്ത സാഹചര്യത്തിൽ ആ ദുരിതം കൃത്യമായി അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബലം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? ഇത്തരത്തിലൊരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒറ്റ മഴയ്ക്ക് കേരളം മുങ്ങുമെങ്കിൽ അത് മുങ്ങാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമെടുക്കണമെന്നാണ് മഞ്ജുഷ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ രജനി, ഔദാര്യമല്ല കേട്ടോ, സർക്കാർ ഓരോ കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് ഔദാര്യം എന്ന രീതിയിൽ മന്ത്രിമാർ കാണുന്നത് ശരിയല്ല. അതാണ് CP ജോണിന്റെ വാക്കുകളിൽ പ്രകടമാവുന്നത്, എന്തോ ഔദാര്യം നൽകുന്നത് പോലെ. നോക്കൂ ശ്രീ മഞ്ജുഷ്, നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയാണ് ആദ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവരും പ്രസംഗിക്കുന്നവരാണ്, മൈക്കിന്റെ മുന്നിൽ സംസാരിക്കുന്നവരാണ്, എല്ലാവർക്കും അവരുടേതായ പ്രസംഗ ശൈലികൾ ഉള്ള ആളുകളാണ്. അദ്ദേഹം ഏത് സന്ദർഭത്തിലാണ് പ്രസംഗിക്കുന്നത്? ഇവിടെ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം അവിടെ സംസാരിക്കുന്ന കണ്ടന്റിന്റെ അവസാനം ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ അത് കേൾപ്പിച്ചതാണല്ലോ. ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾ, അതായത് വനിതകളായ ആളുകൾ, നിങ്ങളോട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടായതുകൊണ്ടല്ല നിങ്ങളുടെ ബസ്സിൽ കയറാതിരിക്കുന്നത്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് കയറാത്തത്. ഞങ്ങളോട് അമിതമായ സ്നേഹം ഉണ്ടായതുകൊണ്ടുമല്ല പ്രിയദർശിനി ബസ്സിനെ ആശ്രയിക്കുന്നത്. ഈ KSRTC ബസ്, ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത് ആരാണ്? ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീജനങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാം. ഒരിക്കലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.